എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി SC/ST PWBD എന്നുള്ളത് തംബ്നെയിലിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. നമ്മൾ വീഡിയോ വരുമ്പോഴത്തേക്കും തംബ്നെയിലിൽ അത് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ SC/ST PWBD വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി SC/ST PWBD വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഡിഗ്രി അഡ്മിഷൻ്റെ അത് PWBD എന്നുള്ളത് നമ്മൾ തംബ്നെയിലിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. അപ്പം നമ്മളത് വീഡിയോ വരുമ്പോൾ നമ്മൾ തംബ്നെയിലിൽ അത് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ SC/ST PWBD വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള അപേക്ഷ ജൂലൈ മാസം 14 മുതൽ ജൂലൈ മാസം 14-15 തീയതികളിൽ അതായത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ജൂലൈ മാസം 14 to 15 തീയതികളിലാണ് നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഓൾറെഡി ലിങ്ക് അവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ ലിങ്കിൻ്റെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. എന്നാലും 14-15 എന്നാണ് അവർ പറയുന്നെങ്കിൽ പോലും രജിസ്ട്രേഷൻ ലിങ്ക് ഓൾറെഡി ആക്റ്റീവാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SC/ST PWBD വിദ്യാർത്ഥികൾ, SC കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ, ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ, PWBD ഈ വൈകല്യങ്ങളും ഒക്കെയുള്ള കുട്ടികൾ, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഈ വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് PWBD അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. SC/ST ആൻഡ് PWBD, SC/ST കാറ്റഗറി, SC കാറ്റഗറിയും ST കാറ്റഗറിയും അതുപോലെ തന്നെ PWBD ഈ വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി അവരാണ് PWBD. അതിന് നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ, ഇപ്പം എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ഗവൺമെൻറ് ഡോക്ടർ അസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ SC/ST PWBD വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാൻ, SC/ST PWBD വിദ്യാർത്ഥികൾ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. 300 രൂപയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫീസായിട്ട് അനുവദിക്കുക. 300 രൂപ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, ഇതിനായി നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന സെക്ഷൻ കാണാൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FIUGP ആൻഡ് FIIMP എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. FIUGPയിൽ FIIMP എന്ന ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക്, ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ഒരു കോളത്തിൽ ലഭ്യമാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. ജൂലൈ മാസം 14 തീയതി മുതലാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ജൂലൈ മാസം 14-15 തീയതികളിലാണ് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജൂലൈ മാസം 16-നാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നതും. 17-18 തീയതികളിൽ, ജൂലൈ മാസം 14-15 തീയതികളിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാം. ജൂലൈ മാസം 15 തീയതി അപേക്ഷ കഴിഞ്ഞാൽ ജൂലൈ മാസം 16-നാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ജൂലൈ മാസം എത്രയാണ്, 17-18 തീയതികൾ, ജൂലൈ മാസം 17-18 തീയതികളിലാണ് കോളേജുകളിൽ, അതായത് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാണ്ട്. ജൂലൈ മാസം 17-18 തീയതികളിലാണ് നിങ്ങൾ കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാണ്ട്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജൂലൈ 14 to 15 അപേക്ഷ. ഇപ്പം രജിസ്ട്രേഷൻമെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് പറഞ്ഞത് ജൂലൈ മാസം 14-15 നിങ്ങൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത് കൊടുക്കുക, 14 ആകാൻ വേണ്ടി കാത്തിരിക്കുമെന്നും വേണ്ട. രജിസ്ട്രേഷൻ ലിങ്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്തോ, അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. ഞാൻ മുമ്പേ നോക്കിയപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 14 ആകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആണ്, പിന്നെ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. അപ്പോൾ 14-15 തീയതികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. ജൂലൈ മാസം 16-ന് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ജൂലൈ മാസം 17-18 തീയതികളിൽ അഡ്മിഷനായിട്ട് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാകാമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ
നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് SC, ST, PWBD വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്ന ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.